മിനിമം 3 ആഴ്ചയെങ്കിലും ഈ കാശ് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് ഉണ്ടാവുമെന്നാണ് അറിയപ്പെടുന്നത്. വേറെ ഒരുപാട് എമർജൻസി ആയിട്ടുള്ള കേസസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഹിയറിംഗ് ലേറ്റ് ആവും എന്നൊക്കെയാണ്. ഇത് പിന്നീട് സൗദിയിലെ ഇന്ത്യൻ എംബസിക്കും കൈമാറും. ഇതിനു മാത്രം 3 ആഴ്ചയോളം സമയമെടുക്കും. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 18 വർഷമായിട്ട് സൗദി ജയിലിൽ കഴിയുന്ന ഒരാളുണ്ട്, അബ്ദുൽ റഹീം. അവരെ കാത്ത് 18 വർഷമായിട്ട് കേരളത്തിൽ ഫറൂഖിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കരയാത്ത ദിവസങ്ങളില്ലാതെ കാത്തിരിക്കുന്ന ഒരു ഉമ്മയുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് പൈസ സ്വരൂപിച്ച് 34 കോടി രൂപ ദിയാദനം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വരുക്കൂട്ടി അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അബ്ദുൾ റഹീമിനെ വളരെ പെട്ടെന്ന് തന്നെ മോചിപ്പിച്ച് തിരിച്ച് ആ ഉമ്മാന്റെ അടുത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ്. പക്ഷേ ആ ഉമ്മാക്കും നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും വളരെ നിരാശകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഇനിയും ഒരുപാട് സമയമെടുക്കും. മിനിമം 3 ആഴ്ചയെങ്കിലും ഈ കാശ് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് ഉണ്ടാവുമെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അബ്ദുൾ റഹീമുമായി ബന്ധപ്പെട്ട് 2 ബാങ്ക് അക്കൗണ്ട് ആയിരുന്നു ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയിലേക്കുള്ള അക്കൗണ്ടിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ മിനിമം 3 ആഴ്ച പിടിക്കും. അത് കഴിഞ്ഞ് സൗദി ജയിലിൽ കോർട്ടിൽ അപ്പിയർ ചെയ്യണം. അതിന് വീണ്ടും ഒരാഴ്ചത്തോളം പിടിക്കുമെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് ഒരു നീണ്ട അവധിയിലാണ് കോടതി. അപ്പം ആ കോടതി ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും അതുപോലെ തന്നെ വേറെ ഒരുപാട് എമർജൻസി ആയിട്ടുള്ള കേസസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഹിയറിംഗ് ലേറ്റ് ആവും എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ന്യൂസുകൾ അറിയാൻ സാധിക്കുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് മനോരമ ന്യൂസിന്റെ ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. കണ്ണീരോടെ കാത്തിരിപ്പാണ് റഹീമിന്റെ പൊന്നുമ്മ. 18 വർഷത്തിനൊടുവിൽ മോചനത്തിനാവശ്യമായ പണം കിട്ടിയെങ്കിലും അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും ഉമ്മയ്ക്ക്. നിലവിൽ 2 ബാങ്ക് അക്കൗണ്ടുകളിലായുള്ള 34 കോടി രൂപ അഥവാ 15 മില്യൺ റിയാൽ ഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതാണ് ആദ്യ കടമ്പ. ഇത് പിന്നീട് സൗദിയിലെ ഇന്ത്യൻ എംബസിക്കും കൈമാറും. ഇതിനു മാത്രം 3 ആഴ്ചയോളം സമയമെടുക്കും. പണം ലഭ്യമായ കാര്യം എംബസിയാണ് സൗദി കോടതിയിൽ അറിയിക്കുക. എന്നാൽ നിലവിൽ ഈദ് അവധിയിലുള്ള സൗദി കോടതി ഒരാഴ്ച കഴിഞ്ഞ് തുറക്കൂ. കോടതിയിലെ തിരക്ക് കാരണം ഹിയറിംഗ് വൈകാനാണ് സാധ്യത. ഇതിനെ ആശ്രയിച്ചായിരിക്കും മോചനത്തിന്റെ വേഗം. പണം തയ്യാറാണെന്ന് കോടതിയെ അറിയിച്ചാലും അവസാനവട്ട സിറ്റിംഗ് നടത്തി റഹീമും എതിർകക്ഷികളും സംയുക്തമായി ഒപ്പിട്ടാലേ മോചനത്തിലേക്ക് കടക്കൂ. ദിയാധനം ലഭിച്ചാൽ മാപ്പ് നൽകാമെന്ന് സ്പോൺസറുടെ കുടുംബവും പണം നൽകാമെന്ന് റഹീമും കോടതി മുൻപാകെ സത്യവാങ്മൂലം നൽകണം. നിയാസ് റഹ്മാൻ, മനോരമ ന്യൂസ്, കോഴിക്കോട്. യെസ്, അപ്പോൾ മനോരമ ന്യൂസിൽ പറഞ്ഞത് കേട്ടല്ലോ. പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് കാലതാമസം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അബ്ദുൾ റഹീം 18 വർഷത്തോളം ഇന്ത്യ മാറി സൗദി ജയിലിൽ കഷ്ടപ്പെട്ട് അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇനിയുള്ള ദിവസങ്ങൾ 18 വർഷങ്ങളെ പോലെ ആവില്ല, അതിനേക്കാൾ കൂടുതലായിരിക്കും. കാരണം ഒരു പ്രതീക്ഷ ആളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഉമ്മാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വർഷങ്ങൾ, അതിനേക്കാൾ എത്രയോ കൂടുതൽ കാത്തിരിപ്പായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ. മകനെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഒരു ഉമ്മാക്ക് ഒരു ദിവസം പോലും ഒരു വലിയ നീണ്ട കാലാവധിയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇത് അവരെങ്ങനെ മുന്നോട്ട് കൊണ്ടു നീക്കും, വരുന്ന ദിവസങ്ങൾ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ട് നീക്കുമെന്നുള്ളത് നമുക്ക് സംശയമാണ്. അല്ലെങ്കിൽ അവരെ അനുഭവിക്കുന്ന വേദനയും അവരനുഭവിക്കുന്ന പ്രയാസവും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അബ്ദുൾ റഹീമിന്റെ കേസ് എല്ലാവർക്കും അറിയാലോ. 18 വർഷങ്ങൾക്ക് മുന്നേ ഒരു സൗദി സ്പോൺസറുടെ കീഴിൽ സൗദിയിലേക്ക് എത്തുകയും അതുപോലെ തന്നെ അവിടെ ഒരു ഹൗസ് ഡ്രൈവർ വിസയിലായിരുന്നു അബ്ദുൾ റഹീം പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ പോയതിന് ശേഷം സുഖമില്ലാത്തൊരു പയ്യൻ, 15 വയസ്സുള്ള സ്പോൺസർ, മകനെ കൂടെ നോക്കേണ്ടുന്ന ഒരു ചുമതല അബ്ദുൾ റഹീമിന് കിട്ടിയിരിക്കണം. അപ്പൊ അബ്ദുൾ റഹീം എന്ത് ചെയ്ത് ഇതിൽ നിന്ന് മാറാൻ വേറെ ചാൻസ് ഇല്ല. കാരണം കോൺട്രാക്ട് ബേസിസിലായിരിക്കും പോയിട്ടുണ്ടാവുക. പിന്നെ തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ്. വീട്ടില് കഷ്ടപ്പാട് കൊണ്ടാണല്ലോ എല്ലാവരും ഗൾഫിലേക്ക് പോകുന്നത്, അതല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടും ആഗ്രഹത്തോടെ കൂടി ഒന്നും പോകുന്നതല്ല. അബ്ദുൾ റഹീം എന്തായാലും വീട്ടിലെ പ്രയാസങ്ങൾ കാരണമാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ എത്തിയിട്ട് വേറെ നിവൃത്തിയില്ലാണ്ട് ഈ മകനെ നോക്കുകയാണ്. അപ്പൊ ഈ മകൻ നേരത്തെ തന്നെ എന്തോ ഒരു ആക്സിഡന്റിൽ പറ്റിയിട്ട് കഴുത്തിന്റെ ഇവിടെ എന്തൊക്കെയോ ഒരു യന്ത്രം ഘടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു 15 വയസ്സുള്ള ഈ പയ്യൻ
15 വയസ്സുള്ള പയ്യൻ കഴുത്തിൽ എന്തൊക്കെയോ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ആളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്സിജന്റെ എന്തിൻ്റെയൊക്കെ ഒരു പൈപ്പ് എന്തൊക്കെയോ അവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സൗദി പയ്യൻ നിരന്തരമായിട്ട് അബ്ദുൾ റഹീമിന്റെ മുഖത്തേക്ക് തുപ്പുകയും റെഡ് ട്രാഫിക് സിഗ്നലിൽ പോകാൻ വേണ്ടിയിട്ട് നിർബന്ധം പിടിക്കുകയും വാശി പിടിക്കുകയൊക്കെ ചെയ്ത സമയത്ത് അബ്ദുൾ റഹീം എന്തോ തട്ടി മാറ്റിയതാണ്, തുപ്പൽ എന്തോ തട്ടി മാറ്റിയ സമയത്ത് കഴുത്തിലുള്ള ആ ഒരു യന്ത്രം പൂരിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതോടുകൂടെ അത് തീർന്നിട്ടില്ല. പിന്നെ ഈ ഒരു പയ്യൻ മരിച്ചതുമായി ബന്ധപ്പെട്ട് അബ്ദുൾ റഹീമിനെ ചോദ്യം ചെയ്ത സമയത്ത് അബ്ദുൾ റഹീം ഒരു കഥ മെനഞ്ഞുണ്ടാക്കി എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതാണ് അബ്ദുൾ റഹീം ചെയ്ത തെറ്റ്. പക്ഷെ ആ തെറ്റ് എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തെറ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു അവസ്ഥയിൽ ആരാണെങ്കിലും ചിലപ്പോൾ ചെയ്തു പോകുന്ന ഒരു കള്ളമേ അബ്ദുൾ റഹീം പറഞ്ഞിട്ടുള്ളൂ. അബ്ദുൾ റഹീം പറഞ്ഞു ട്രാഫിക്കിൽ നിർത്തിയ സമയത്ത് ഒരു യാചകൻ വന്നു ഉപദ്രവിച്ചു, അങ്ങനെയാണ് അവൻ മരിച്ചത് എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. പക്ഷേ അത് ആ ട്രാഫിക് സിഗ്നല് അതുപോലെ അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം CCTV പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് വ്യക്തമായി. അപ്പോൾ അബ്ദുൾ റഹീം കള്ളം പറഞ്ഞു എന്നുള്ളതാണ് ആ സ്പോൺസറെയും കുടുംബത്തെയും ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ ഈ മരിച്ച പയ്യന്റെ ഉമ്മ കുറച്ചധികം കർക്കശ സ്വഭാവമുള്ള ആളായതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അബ്ദുൾ റഹീമിന് മാപ്പ് കൊടുക്കില്ല എന്ന് അവരെ നിർബന്ധം പറഞ്ഞു. അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് അബ്ദുൾ റഹീമിനെ ജയിലിലാക്കുകയും പിന്നെ സൗദിയിലെ നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കർക്കശമായിട്ടുള്ള കണിശമായിട്ടുള്ള നിയമമാണ്. അവിടുത്തെ നിയമം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാളെ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച ആൾക്ക് തിരിച്ച്, അതായത് കൊന്ന ആൾക്ക് തിരിച്ച് മരിച്ച ആളുടെ സെയിം കാര്യം തന്നെ, അതായത് ജീവൻ എന്നുള്ളതാണ് അവിടുത്തെ ഒരു നിയമം. അത് പ്രത്യേകിച്ച് സൗദി പൗരന്മാരൊക്കെ നമ്മൾ കാരണം മരണപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ്, വധശിക്ഷ ഉറപ്പാണ്. ഇപ്പോൾ കുറച്ചു കാലമൊക്കെ നമ്മൾ സൗദിയിൽ നിന്നൊരു എക്സ്പീരിയൻസ്, ഞാൻ കുട്ടിക്കാലത്ത് തന്നെ പഠനമൊക്കെ സൗദിയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ റേപ്പ് കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഒരാൾ ഇവിടെ നമ്മുടെ നാട്ടിലെ കേസൊക്കെ എന്താ, ബലാത്സംഗം ചെയ്താലും അവർ ഫ്രീ ആയിട്ട് ഒഴിഞ്ഞു നടക്കും. കോടതി തെളിവില്ലാതെ വിട്ടു, അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ പരോളിന് വിട്ടു, ജാമ്യത്തിന് വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിടും. പക്ഷെ സൗദിയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റേപ്പ് ചെയ്തു എന്നൊരു സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ ആളെ തൂക്കിക്കൊല്ലലാണ്. ജീവപര്യന്തല്ല, ജയിൽവാസം മാത്രമല്ല, തൂക്കിക്കൊല്ലലാണ് അവിടെയുള്ള വിധി. ഇപ്പം ഞാൻ തന്നെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്തെന്നറിയോ, ട്രാഫിക്കിന്റെ സിഗ്നലിലൊക്കെ 4 പേരൊക്കെ ബംഗാളികളൊക്കെ റേപ്പ് ചെയ്തെന്നുള്ള കേസിൽ 4 പേരൊക്കെ ഒരുമിച്ച് തൂക്കിക്കൊല്ലുക, കഴുത്ത് വെട്ടിക്കൊല്ലുക, ഇതൊക്കെയാണ് സൗദിയിലുള്ള സാധാരണ കൊല്ലൽ കേസുകൾ നടക്കാറുള്ളത്. അപ്പം അതിനായിട്ട് പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് സൗദിയിൽ ക്രിമിനൽ കുറ്റങ്ങൾ വളരെ കുറവാണ്. ഒരു റിലീജിയസ് സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഭയങ്കര ശിക്ഷയായിരിക്കും അവർക്കൊക്കെ കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരു ശിക്ഷയിലാണ് അബ്ദുൾ റഹീം പെട്ടത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അബ്ദുൾ റഹീം മനഃപൂർവ്വം ചെയ്തതല്ല എന്നാണ്. എന്താണെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും അയാൾക്കുള്ള ശിക്ഷ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി എന്തായാലും പടച്ചോനും പുറത്തു കൊടുക്കട്ടെ. അറിയാതെ സംഭവിച്ചതാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് ശിക്ഷ പടച്ചോന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. പടച്ചോൻ എന്തായാലും എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും ക്ഷമാലുവാണല്ലോ. അപ്പം അങ്ങനെ അബ്ദുൾ റഹീമിനെ ക്ഷമിച്ചു കൊടുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അവർ കള്ളം പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് അബ്ദുൾ റഹീം ചെയ്ത തെറ്റ്. പക്ഷെ ആ ഒരു തെറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് ആയിട്ട് അബ്ദുൾ റഹീമിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു സ്റ്റേറ്റിൽ ഒരു മനുഷ്യൻ അവനവന്റെ ജീവൻ രക്ഷിക്കാനാ, അതല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും എത്താൻ എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് പിടിച്ച് നിന്നാൽ അതിന് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കണം അബ്ദുൾ റഹീം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ അറബ് രാജ്യങ്ങളിൽ മൊത്തം നിയമങ്ങളെല്ലാം ഇങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ആ ഒരു സ്ട്രിക്റ്റ് നിയമങ്ങളിൽ ഇവിടുന്ന് പോകുന്ന ആളുകൾ കുറച്ചധികം ശ്രദ്ധയോട് കൂടി തന്നെ അവിടെ ജോലി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അപ്പം നിലവിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ അബ്ദുൾ റഹീമിൻ്റെ മോചനം കുറച്ച് വൈകും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു 34 കോടി രൂപ നമ്മൾ വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിലാണ് നമ്മൾ അത് കാശ് 34 കോടി രൂപയാക്കിയിട്ട് അബ്ദുൾ റഹീമിൻ്റെ ഫണ്ടിലേക്ക് നമ്മൾ സമർപ്പിച്ചത്. അതിനുവേണ്ടി ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആളുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ബോബി ചെമ്മണ്ണൂർ, പിന്നെ അതുപോലെ തന്നെ ഒരു കടൽ മച്ചാന്, പിന്നെ ഏതൊക്കെയോ ആളുകൾ എനിക്ക് അറിയാത്ത കുറേ പേരുണ്ട് കേട്ടോ. അവരൊക്കെ ഇതിന് പിറകെ നടന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത്രയധികം ഫെയിം ഇല്ലാത്ത ആളുകളും എനിക്ക് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ എനിക്ക് ഈ അബ്ദുൾ റഹീമിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് എന്നെ നിരന്തരം കോൺടാക്ട് ചെയ്യുകയും അതുപോലെ തന്നെ അതിന് കാശ് അയച്ചു കൊടുക്കാനും എൻ്റെ സുഹൃത്ത് വലയങ്ങളിലേക്ക് അയച്ചു കൊടുക്കാനൊക്കെ നിർബന്ധിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അത് കേരളത്തിൻ്റെ മൊത്തം ഒരു പ്രശ്നമായി ഏറ്റെടുക്കുകയും അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും ചെയ്തതാണ്
വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കകത്ത്, എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്കകത്താണ് ഈ 34 കോടി രൂപ നമ്മൾക്ക് സ്വരൂപിക്കാനായിട്ട് സാധിച്ചത്. അതൊരു ചില്ലറ വിജയമല്ല, 34 കോടി വിജയമാണ്. നമ്മുടെ ഓരോ മലയാളികളുടെയും വിജയമാണ്. അവനവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ ആളുകളും ഇതിനു വേണ്ടി പരിശ്രമിച്ചു എന്നുള്ളതാണ് നമ്മൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയധികം കഷ്ടപ്പെട്ട് ആ കേരളക്കരയുടെ മകനെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയെങ്കിലും അതിൻ്റെ ഔദ്യോഗികപരമായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ബാക്കിയുണ്ട്. പേപ്പർ ഫയൽസ്, അതുപോലെ തന്നെ പേപ്പർ വർക്ക്സ് എല്ലാം കുറച്ച് പെൻഡിങ് ഉണ്ട്. അതും കൂടെ പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് അബ്ദുറഹീമിന് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ എത്താൻ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് ഇപ്പോൾ സാധിക്കുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഇനി കുറച്ച് കടമ്പകൾ കൂടെ കടക്കാനുണ്ട്. 18 വർഷം കാത്തിരുന്ന നമ്മൾക്ക്, 18 വർഷം കാത്തിരുന്ന ഉമ്മാക്ക്, 18 വർഷം കാത്തിരുന്ന അബ്ദുൽ റഹീമിന് ഇനിയുള്ള കുറച്ച് ദിവസങ്ങളും കൂടെ വളരെ പെട്ടെന്ന് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഉമ്മാക്കും അതുപോലെ തന്നെ അബ്ദുൽ റഹീമിനും തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതം സുഖകരമാകാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ മോചനം സാധ്യമായി തിരിച്ച് നാട്ടിലേക്ക് എത്താനും നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. നമുക്കിനി ചെയ്യാൻ സാധിക്കുന്നതായിട്ട് അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എന്താ പറയുക, സേവ് അബ്ദുൽ റഹീം ക്യാമ്പയിനിൽ സഹകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും നന്ദി. ഒരു മലയാളി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അബ്ദുൽ റഹീമിൻ്റെ നാട്ടിലുള്ള ഒരാൾ, അബ്ദുൽ റഹീമിൻ്റെ കാര്യത്തിൽ കുറച്ചധികം വിഷമിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ഞാനും ഇതിൻ്റെ ഭാഗമായി എന്നുള്ള രീതിയിൽ എല്ലാവരോടും ഞാനും നന്ദി പറയാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ.